ട്രംപിന് ഇത്തവണ ബലി നൽകില്ല. തുണയായത് ജനങ്ങളുടെ അനുകമ്പയും താൽപര്യവും. അന്തർദേശീയ തലത്തിലുള്ള ജനശ്രദ്ധയും കൗതുകവും തുണയായി. അപ്പോ ജനങ്ങളുടെ അനുകമ്പയും അമിത താൽപര്യവും രക്ഷയായി. ട്രംപിന് ഈ പെരുന്നാളിന് ബലി നൽകില്ല. ഞെട്ടണ്ട, പറഞ്ഞു വന്നത് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചല്ല, മറിച്ച് ബംഗ്ലാദേശിലെ ട്രംപിന്റെ കാര്യമാണ്. ബംഗ്ലാദേശിൽ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് അറുക്കാൻ നിശ്ചയിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് വിളിപ്പേരുള്ള ആൽബിനോ എന്ന എരുമയ്ക്കാണ് അവസാന നിമിഷം ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ട്രംപ് എന്ന് വിളിക്കുന്നതെന്നല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുടിയുടെ ശൈലിയോട് സാമ്യമുള്ള സ്വർണ്ണ നിറത്തിലുള്ള തലമുടിയാണ് ഈ എരുമയ്ക്കുള്ളത്. ഇതാണ് ട്രംപ് എന്ന പേര് ലഭിക്കാൻ കാരണമായത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ മൃഗത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും തരംഗമായതോടെ അന്തർദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള ജനശ്രദ്ധയും കൗതുകവും എരുമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ഏകദേശം 700 കിലോഗ്രാം തൂക്കമുള്ള ഈ എരുമയെ ബലിപ്പെരുന്നാൾ കർമ്മങ്ങൾക്കായി വിറ്റുപോയതായിരുന്നു. എന്നാൽ പെരുന്നാളിന് തൊട്ടു മുൻപ് ജനങ്ങൾക്കിടയിലുള്ള അമിതമായ താൽപര്യവും സുരക്ഷാ മുൻകരുതലുകളും കണക്കിലെടുത്ത് ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ടതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. തുടർന്ന് മൃഗത്തെ തലസ്ഥാന നഗരമായ ധാക്കയിലെ ദേശീയ മൃഗശാലയിലേക്ക് മാറ്റി. മൃഗശാലയിൽ ഇതിനായി പ്രത്യേകം സജ്ജീകരിച്ച കൂടൊരുക്കുകയും പരിചരണത്തിനായി ഒരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ധാക്കയുടെ പ്രാന്തപ്രദേശമായ കെരാണിഗഞ്ചിലെ കർഷകനായ സിയാവുദ്ദീൻ മൃതയുടെ ഫാമിലിയിലായിരുന്നു ട്രംപ് എന്ന എരുമ ഉണ്ടായിരുന്നത്. തന്റെ അനിയനാണ് ഇതിന്റെ രൂപസാദൃശ്യം കണ്ട് ട്രംപ് എന്ന പേരിട്ടതെന്ന് ഫാം ഉടമ പറയുന്നു. കറുത്ത നിറത്തിലുള്ള കന്നുകാലികൾ കൂടുതലായുള്ള ബംഗ്ലാദേശിൽ വെളുത്ത എരുമകൾ പൊതുവെ വളരെ അപൂർവമാണ്. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ പ്രകാരം ഈ എരുമയ്ക്ക് ഇപ്പോഴും പ്രായം കുറവാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും ഇതിനെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കും. ഇതിനാലാണ് എരുമയെ സംരക്ഷണത്തിനായി മൃഗശാലയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്.